അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ ശ്രീ ഭഗവതി, എല്ലാ ഭക്തജനങ്ങളെയും കാത്തുരക്ഷിക്കണമേ അമ്മേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഴയൊരു നാട്ടുക്രിയയാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഈ കടബാധ്യതകളൊക്കെ വന്ന് തലയിൽ കയറുമ്പോൾ വല്ലാത്തൊരു വിമിട്ടം വരും. ഇതെല്ലാം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് സ്വസ്ഥമാകാമെന്ന് കരുതും. പക്ഷെ കടമുണ്ടോ മാറണു. ഒരു തരത്തിൽ തീർക്കാൻ തുടങ്ങുമ്പം മറുവശത്തൂടെ ഇത് പെരുകിക്കൊണ്ടിരിക്കും. അവിടെ മറിച്ചു, ഇവിടെ മറിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അവസാനം നിൽക്കക്കള്ളിയില്ലാത്ത വിധത്തിലാകും. കടം അങ്ങനെയാണ്. കടത്തിന്റെ ആദ്യത്തെ ലാഞ്ചന തുടങ്ങുമ്പോഴേ അതിനെ തടയിടാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇന്ന് കണ്ടില്ലേ, ഒരു ചെറിയ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ പോലും ലോണ് എടുത്ത് ഐഫോണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിക്കണ കണ്ടിട്ടില്ലേ. വെറും കൂലിത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഒക്കെയാണ് ഇത്രയും വില കൂടിയ ആഡംബര വസ്തുക്കളൊക്കെ മേടിച്ചു കൂട്ടണേ. കടം വരാതിരിക്കണേ എങ്ങനെയാ? എന്നാൽ സ്വന്തം പിടിപ്പ് കേടല്ലാതെ കടം വന്നു പോകുന്ന പാവത്തുങ്ങളുണ്ട് കേട്ടോ. അവര് രോഗം വന്നിട്ടോ, കുടുംബത്തിൽ ആരുടെയെങ്കിലും കല്യാണമോ മറ്റൊക്കെ വന്നിട്ടോ, തൊഴിൽ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നിട്ടോ, അല്ലാതെ ചതി പറ്റിയിട്ടോ, അങ്ങനെയൊക്കെ വലിയ ബാധ്യതയിൽപ്പെട്ടു അവർ കരഞ്ഞുകൊണ്ട് ചോദിക്കും, ഒരു മനസ്സേ, ഈ കടത്തിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മളെന്താ പറഞ്ഞു കൊടുക്കുക? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇന്ന ദേവം പ്രസാദിച്ചിട്ട് നിനക്ക് കുറച്ച് സ്വർണ്ണക്കട്ടി തരും, കുറച്ച് പണം കൊണ്ടുവരും, അങ്ങനെ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഒരിക്കലും അല്ല. അങ്ങനെ കിട്ടാറില്ല. പണ്ട് നിധി കിട്ടി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ന് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് വല്ലപ്പോഴും മാത്രം അത്രയ്ക്ക് ഭാഗ്യമുള്ളവർക്ക് സംഭവിക്കണ ഒരു കാര്യമാണ്, അല്ലാതെ വരില്ല. അപ്പൊ ഈ കടം നീങ്ങാനുള്ള നാട്ടുക്രിയകൾ എന്താ? അപ്പൊ അതെങ്ങനെയാ വർക്ക് ചെയ്യണേ? ഒട്ടനവധി നാട്ടുക്രിയകളുണ്ട്. അവിടെ സംഭവിക്കുന്നത് ധനദേവത മഹാലക്ഷ്മിയും ഒപ്പം തന്നെ ധനത്തിന്റെ അധിപനായ കുബേരനും ഈ വ്യക്തിയിലേക്ക് പ്രസാദിക്കും. ഈ വ്യക്തിപ്രസാദം കൊണ്ട് ഇവർക്ക് ധനസമ്പാദന യോഗം തുറന്നു കിട്ടും. അതായത് ഇത്രയും നാളും അവര് ചിന്തിച്ചിട്ട് കാണാത്ത ചില പോംവഴികൾ കിട്ടും. ചിലർക്ക് തൊഴില് പുതുതായിട്ട് കിട്ടും, ചിലർക്ക് ചില ബിസിനസ് ഐഡിയകളോ മറ്റോ കിട്ടും, മറ്റു ചിലർക്ക് സമ്പത്തുണ്ടാക്കുന്നതിനുള്ള പുതിയ മാർഗരേഖകൾ തുറന്നു കിട്ടും. അങ്ങനെ അവര് കടം വീട്ടാൻ ആരംഭിക്കും. ചിലർക്കാകട്ടെ അത്രയും കാലം മിച്ചം പിടിക്കാൻ പറ്റില്ലായിരുന്നു, കിട്ടണേന്റെ ഇരട്ടി ചെലവായിരുന്നു. പക്ഷേ ഇത്തരം ക്രിയകൾ ചെയ്തു തുടങ്ങിയപ്പോ പതിയെ അവരുടെ മിച്ചം പിടിക്കുന്ന ശീലം വർദ്ധിച്ചു വരുന്നു. അതോടുകൂടി പതിയെ ധനം ശേഖരിക്കാനുള്ള മാർഗം കിട്ടുന്നു. ചിലര് ലഹരി പോലുള്ള മോശപ്പെട്ട ശീലങ്ങളിൽ പെട്ടിട്ടാണ് ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത്. അവർക്കൊരു ഉൾവിളി ഉണ്ടാവുന്നു, ഇതിനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ബാധ്യത കുറച്ചു കൊണ്ടുവരേണ്ട സമയമായിരിക്കണു എന്ന് തീരുമാനമെടുത്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ ആ ബാധ്യത കുറഞ്ഞു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിന്മേൽ സംഭവിക്കുക. യാതൊരു അതിശയോക്തികരമായിട്ടുള്ള കാര്യവും ഇല്ല. ഇതൊക്കെ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിനൊരു പ്രേരക ശക്തി വേണം. ചുമ്മാ ഇതൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരണേ. ഇനിയും ഉണ്ട് പല മാർഗങ്ങള്, തൊട്ടു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വിശിഷ്യ ചെയ്യുന്നൊരു കാര്യമാണ്. വലിയ കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. നമുക്ക് വേണ്ടത് ഇച്ചിരി മഞ്ഞളും ഒരു പാത്രത്തിൽ ജലമാണ്. ഒരു പാത്രത്തിൽ ജലം എടുക്കുക, അതിലോട്ട് കുറച്ച് മഞ്ഞൾ ഇട്ട് കലക്കി വെക്കുക. ഇത് ഇതിന്റെ ബേസാണ്. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. നമ്മളൊരു വൃത്തത്തിലുള്ള പേപ്പർ എടുക്കുക. വൃത്തത്തിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ എടുക്കുക. അതിന്റെ നടുവിലായിട്ട് നിങ്ങൾക്ക് എത്രയാണ് കടം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് എഴുതുക. 1 ലക്ഷം, അല്ലെങ്കിൽ 5 ലക്ഷം, അല്ലെങ്കിൽ 10 ലക്ഷം, ചിലപ്പോൾ 12 ലക്ഷം കടം ഉണ്ടാവും.
അപ്പൊ നിങ്ങൾക്ക് കടം എത്രയുണ്ട് എന്ന് വെച്ചാല് കടത്തിന് മുകളിലോട്ട് എഴുതരുത്. മനസ്സിലാക്കണം. ഇപ്പൊ ഒരാൾക്ക് 10 ലക്ഷമാണ് കടം, അയാൾ വിചാരിക്കും ഒരു 12 ലക്ഷം ഒന്ന് എഴുതിയേക്കാം, അത്രയും കിട്ടട്ടെ. നിങ്ങളെ കടത്തിനെ കൂട്ടിയാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കടം വീണ്ടും കൂടി കൂടി പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് 10 ലക്ഷമേ കടമുള്ളെങ്കിൽ 10 ലക്ഷം എന്ന് എഴുതിയാൽ മതി. ഇനിയിപ്പോ 10,4 ഉണ്ടെങ്കിലും നിങ്ങൾ 10 ലക്ഷം എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഒരല്പം കുറച്ച് എഴുതുന്നതാണ് അല്ലേ, കടം കുറഞ്ഞു വരുന്നതിന് ഒരു രീതി അതാണ്. അപ്പൊ ആ നടുക്ക് എഴുതി, എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ശ്രീ യം എന്ന് എഴുതണം. ശ്രീ യം, യായിട്ട് 0, ശ്രീ യം. താഴെ ശ്രീവം എന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ കാര്യം. മുകളിൽ ശ്രീയം, താഴെ ശ്രീവം. ഇത് രണ്ടും എഴുതിയിട്ട് ഇതൊന്ന് റോൾ ചെയ്യണം, ഒന്ന് ചുരുട്ടണം. ചുരുട്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക്, മഞ്ഞളിട്ട വെള്ളത്തിലേക്ക് ഇടണം. ഇട്ടിട്ട് അടച്ചു വെക്കണം. ഇത് വൈകുന്നേര സമയത്താണ് ചെയ്യേണ്ടത്. മൂവന്തി സമയം വൈകുന്നേരം 6 മണി മുതൽ 7 മണിക്ക് അകത്ത് ചെയ്യണം. പിറ്റേന്ന് രാവിലെ 6 മണി മുതൽ 7 മണിക്ക് ഉള്ളിൽ എടുത്ത് പുറത്ത് കളയണം. വീട്ടിന് പുറത്ത് കളയണം, മതിലിന്റെ പുറത്ത് കളയണം. വീട്ടിനകത്തേക്ക് ഇത് ഒഴിക്കരുത്. വീട്ടിന്റെ വളപ്പിന് പുറത്ത്, നിങ്ങളുടേതല്ലാത്ത വസ്തുവില് പുറത്ത് ചാലൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടണം, ഒഴിക്കണം. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിക്കണം. ഇങ്ങനെ തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യണം. ഇങ്ങനെ തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യണം. അത്രയും മതി. നമ്മുടെ കടബാധ്യതകളൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് നല്ലൊരു ഊർജം നമ്മിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു സമയം മതിയാവും. പക്ഷെ ഇത് കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യണം. വൈകുന്നേരം ഇപ്രകാരം എഴുതി വെള്ളത്തിലിട്ട് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് പുറത്ത് കളയുക എന്നുള്ളത്. ഇത് പരമാവധി മറ്റുള്ളവരെ കാണുക ഇത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. മറ്റുള്ളവർ ദൃഷ്ടി പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഫലം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അധികം ശ്രദ്ധപ്പെടാതെ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറിച്ചോളൂ. ഇത് എഡിറ്റ് ചെയ്തൊക്കെ തരുന്ന കുട്ടികളെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും. ഞാനിതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മറുപടി തരാൻ ശ്രമിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും എനിക്ക് മറുപടി തരാൻ പറ്റില്ല. കാര്യം അങ്ങനെ ഇരുന്ന് നോക്കി എല്ലാം പറഞ്ഞു തരാനുള്ളൊരു പ്രായമല്ല ഇപ്പോ. അതുകൊണ്ടാ, കുട്ടികളുടെയൊക്കെ സഹായം ഉള്ളത് കൊണ്ടാണ് ഈ ചാനൽ ഇങ്ങനെയൊക്കെ പോണേ. അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകാന്നേ ഇപ്പോൾ ചിന്തയുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കുക, ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്മകളും മംഗളങ്ങളും നേരുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ ശ്രീ ഭഗവതി, എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അമ്മേ.